കോട്ടയത്ത് 31 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. പി ആർ പ്രവീണ നമ്മോടൊപ്പം ഉണ്ട്. പ്രവീണ, 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകണമല്ലോ. ആ നിലയിൽ മഴ തുടരുന്നുണ്ടോ? അതായത് കഴിഞ്ഞ 29-ാം തീയതി മുതൽ പെയ്ത മഴ, അതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട്, പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് മൊത്തത്തിൽ തുടങ്ങി ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കണക്കാണ് ഈ 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ വന്നത്. ഇവിടങ്ങളിലായി ഏതാണ്ട് 500-ലേറെ ആളുകളാണുള്ളത്. ഇവരെല്ലാവരും തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നു. പക്ഷേ ഇവരുടെ വീടുകളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സുരക്ഷിത മേഖല എന്നുള്ള തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ഇടിമിന്നലോട് കൂടിയ വലിയ മഴ 3 മണിക്കൂർ അങ്ങനെ നിന്ന് തകർത്ത് പെയ്തിരുന്നു. ഇതിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. പക്ഷേ മഴ ഒഴിഞ്ഞതോടുകൂടി വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടായി. നിലവിൽ കോട്ടയത്ത് മഴ ഒരു പ്രശ്നമായി നിൽക്കുന്നില്ല. പക്ഷേ 1 മണിക്കൂറെങ്കിലും നിന്ന് പെയ്താൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പി ആർ പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുന്നു. ഇനിയും മഴ തുടരാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നു.